ടാറ്റ കർവി എത്തുന്നു. നല്ല മോഡേൺ ആയിട്ടുള്ള ഡിസൈനാണ് വരുന്നത്. അതിൻ്റെ ഫ്രണ്ട് ഗ്രില്ല് വരുന്നത്, അതിൻ്റെ കളർ, ബോഡി കളർ തന്നെ ഫ്രണ്ട് ഗ്രില്ല് ഒരു പ്രത്യേക രീതിയിൽ ഡിസൈൻ ചെയ്തിരിക്കുന്നു. ഒറ്റ ലുക്കിലൊരു ഹാരിയറിൻ്റെയും ഒരു സഫാരിയുടെയൊക്കെ ഫ്രണ്ട് വ്യൂ ഏകദേശം വരുന്നുണ്ട്. പിന്നെ സൺറൂഫ് അങ്ങനെയുള്ള സാധാ നല്ല സ്റ്റാൻഡേർഡായിട്ടുള്ള ഫീച്ചർ. ഇത് ടാറ്റയുടെ പ്രീമിയം സെഗ്മെൻറ്റിൽ വരുന്ന വെഹിക്കിളാണ്. ഇത് 16 ഇഞ്ചാണ് ഇതിൻ്റെ വീല് ടയർ വരുന്നത്. LED ഫുള്ള് ഈ ഫിസിക്കൽ ബട്ടൺസ് എല്ലാം ഒഴിവാക്കി എല്ലാം മോഡേൺ ആയിട്ടുള്ള ടച്ച് സ്ക്രീനാണ്. ടച്ച് സ്ക്രീൻ കൺട്രോളഡ് ഇൻസ്ട്രുമെൻ്റ് ക്ലസ്റ്ററാണ് വരുന്നത്. ഇൻ്റഗ്രേറ്റഡ് വിത്ത് ടച്ച് സ്ക്രീൻ കൺട്രോളാണ്. ഫിസിക്കൽ ബട്ടൺസ് ഒന്നുമില്ല. നമ്മൾ ഈ പഴയ വണ്ടികളിൽ മുമ്പുള്ള വണ്ടികളിൽ കാണുന്ന പോലെ ഫിസിക്കൽ ബട്ടൺസ് ഉണ്ട്. ഈ AC മറ്റൊക്കെ ഫിസിക്കൽ ബട്ടൺസ് ഒന്നുമില്ല, എല്ലാം ടച്ച് സ്ക്രീനാണ്, ഫുൾ ടച്ച് സ്ക്രീനാണ്. അതിൽ ടാറ്റയുടെ ഇലക്ട്രിക് വെർഷനുമുണ്ട്, ICE വെർഷനുണ്ട്. ഇലക്ട്രിക്കും ഗ്യാസും ഉൾപ്പെടുന്ന ICE വെർഷൻ. ഇത് ടാറ്റയുടെ ന്യൂ Gen 2 EV ആർക്കിടെക്ചർ, ആക്ട് EV ഇലക്ട്രിക്, അങ്ങനെ ടാറ്റ പറയുന്ന Gen 2 EVയിൽ ACT.EV എന്നുള്ള പ്ലാറ്റ്ഫോമിലാണ് വരുന്നത്. ഇലക്ട്രിക് കർവി 400-500 കിലോമീറ്റർ ഒരു സിംഗിൾ ചാർജിൽ ഓടുന്നുണ്ട്, അങ്ങനെയാണ് കമ്പനി പറയുന്നത്. പിന്നെ ഇതിന് ഫ്രണ്ട് വീൽ ഡ്രൈവ്, ഇലക്ട്രിക് തന്നെ ഫ്രണ്ട് വീൽ ഡ്രൈവ് ഉണ്ട്, സിംഗിൾ മോട്ടർ. അതെല്ലാം 4 വീൽ ഡ്രൈവ് ഉണ്ട്, ആൾ വീൽ ഡ്രൈവ്, അത് ഡ്യുവൽ ഡ്രൈവ് മോട്ടർ. പിന്നെ സാധാ പെട്രോൾ, ഡീസൽ വെർഷനുകളുണ്ട്. പെട്രോൾ സാധാരണ നെക്സോണിൽ കാണുന്നുള്ള 1.2 ലിറ്റർ പെട്രോൾ, അതിൻ്റെ 6 സ്പീഡ് മാനുവലാണ്. 1.5 ലിറ്റർ ഡീസൽ വരുന്നുണ്ട്. ഈ ഡീസലിൻ്റെയും പെട്രോളിൻ്റെയും BHP വ്യത്യാസമാണ്. 1.2 ലിറ്റർ പെട്രോൾ 123.29 BHP ആണ്. അത് 229 Nm ടോർക്കിൽ ആണ് പെട്രോൾ എഞ്ചിൻ വർക്ക് ചെയ്യുന്നത്. ഇത് ഏറ്റവും പ്രീമിയം ആയിട്ടുള്ള വെന്റിലേറ്റഡ് സീറ്റ്, അങ്ങനെയുള്ള എല്ലാം ഏറ്റവും മോഡേൺ ആയിട്ടുള്ള എല്ലാം വരുന്നുണ്ട്. LED DRL, അത് സാധാരണ പ്രീമിയം വെഹിക്കിൾ, ടാറ്റയുടെ പ്രീമിയം വെഹിക്കിൾ LED DRL ആയിരിക്കും എല്ലാം. പിന്നെ ഫ്രണ്ട് വെന്റിലേറ്റഡ് സീറ്റാണ്. 360 വ്യൂ ക്യാമറയുണ്ട്. പിന്നെ ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റം 12.3 ഇഞ്ച് വരുന്നുണ്ട്. പിന്നെ ഇൻസ്ട്രുമെൻ്റ് ക്ലസ്റ്ററിന് 10.2 ഇഞ്ച്. ഇതെല്ലാം ഡിജിറ്റൽ ടച്ച് സെൻസിറ്റീവ് ആയിട്ടുള്ള. പിന്നെ സ്പീക്കർ സിസ്റ്റം JBLൻ്റെ 10 വേ സ്പീക്കർ സിസ്റ്റം ഉണ്ട്. പിന്നെ ഇലക്ട്രിക് പാർക്കിംഗ് ബ്രേക്കാണ്. പിന്നെ അതിന് ആട്ടോ ഹോൾഡ്, ഹിൽ ഹോൾഡ്, അങ്ങനെ എല്ലാ സംവിധാനങ്ങളും ഉണ്ടായിരിക്കും. ടാറ്റയുടെ ഒരു പ്രീമിയം സെഗ്മെൻറ്റിലാണ്. ഇതിൻ്റെ വില വരുന്നത് 11 ലക്ഷം മുതൽ 20 ലക്ഷം രൂപ വരെ വരും. 11 ലക്ഷത്തിൽ സ്റ്റാർട്ട് ചെയ്യുന്ന പെട്രോൾ എഞ്ചിൻ മുതൽ ഇലക്ട്രിക്കലായിട്ട് 4 വീൽ ഡ്രൈവ് വരുന്ന ഇലക്ട്രിക്കൽ വരുന്നുണ്ട്. അത് ഈ 4 വീൽ ഇലക്ട്രിക്കൽ ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് വരുന്നത്. അത് 20 ലക്ഷത്തിൽ മേളിൽ പോകും. എന്തായാലും ഇത് ടാറ്റയുടെ ഡിസൈനിലൊക്കെ ഒരു പ്രത്യേക ഭംഗി, രൂപഭംഗി, ഒരു പ്രത്യേക നെക്സോണിൻ്റെയും ഹാരിയറിൻ്റെയും പഞ്ചിൻ്റെയൊക്കെ ഒരു കോമ്പിനേഷൻ വരുന്നുണ്ട്. എന്തായാലും ഇത് ഒരു ഹിറ്റാവുമെന്ന് പ്രതീക്ഷിക്കുക. ഓഗസ്റ്റ് 7-നാണ് ഈ ലോഞ്ച് ചെയ്യുന്നത്. അതെല്ലാം പുതിയ വാർത്തകളായിട്ട് ഇനിയും വരും. എല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. താങ്ക് യു ഫോർ വാച്ചിങ്.